ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ. വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഗ്യാസിന്റെ വില കൂട്ടിയതിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഹോട്ടൽ ഉടമകളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങളുടെ വില കൂട്ടേണ്ട അവസ്ഥയാണെന്നാണ് അവർ പറയുന്നത്. അതിലവർ നിർബന്ധിതരാകുകയാണ്. പ്രത്യേകിച്ച് ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു മിനിമം തുക എന്നതിനപ്പുറത്തേക്ക് കുറച്ചധികം കൂടുതൽ ഒരു ആഹാരത്തിന് ഈടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആളുകളും കസ്റ്റമേഴ്സും വരുന്നത് കുറയുമെന്നൊരു ആശങ്ക കൂടി ഇവർക്കുണ്ട്. നമുക്ക് ഹോട്ടൽ ഉടമകളോട് തന്നെയൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഗ്യാസിന്റെ പ്രതിസന്ധി വളരെ ബുദ്ധിമുട്ടിലാണ്. അതിനിടയിലാണ് 1000 രൂപയോളം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏത് വിധത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധിയാകും? ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹോട്ടലുകാർക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിന്നിപ്പം പെട്ടെന്ന് നമുക്ക് ഫുഡിന് റേറ്റ് കൂട്ടാൻ പറ്റില്ല. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് കുറയും. പിന്നെ നമ്മുടെ റൂംസിൻ്റെ വാടക, പിന്നെ നമുക്ക് ഇത്ര സ്റ്റാഫുകളുണ്ട്, സ്റ്റാഫിൻ്റെ സാലറി, ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ റേറ്റ് കൂടുന്നതായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മൾ അതായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. ഇത് ഒരിക്കലും അതായിട്ട് പൊരുത്തപ്പെടാനും പറ്റില്ല, നമുക്ക് റേറ്റ് കൂട്ടാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. 1000 രൂപ ഗ്യാസുകാർക്ക് അങ്ങനെയുള്ള മുതലാളിമാർക്ക് പെട്ടെന്ന് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിനെ നല്ല രീതിയിൽ ബാധിക്കുന്നത് നമ്മളെ ഹോട്ടൽ ജീവനക്കാർക്ക് മാത്രമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ എത്ര ഗ്യാസാണ് വേണ്ടത്? നമുക്ക് 8-9 ഗ്യാസ് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാസിന് 1000 രൂപ വീതം അവർ റേറ്റ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 9 ഗ്യാസിന് 9000 രൂപയാണ് ഒറ്റയടിക്ക് നമുക്ക് നഷ്ടമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ഗ്യാസിന്റെ പ്രതിസന്ധി നേരത്തെ ഉണ്ടായില്ലേ യുദ്ധവുമായി ബന്ധപ്പെട്ട്? അപ്പോൾ സാധനങ്ങളൊക്കെ വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നോ നിങ്ങൾ? ആ സാധനങ്ങളും വെട്ടി ചുരുക്കേണ്ട അവസ്ഥ വന്നു. ഐറ്റംസ് കുറവ് വന്നു. വരുന്ന കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു. കസ്റ്റമേഴ്സ് കുറഞ്ഞു. നല്ല രീതിയിൽ ഇപ്പോഴും ബാധിച്ചിട്ടുണ്ട്. ആ ടൈമിലും എന്തായാലും പ്രതിസന്ധിക്ക് മേൽ പ്രതിസന്ധി എന്നൊരു അവസ്ഥയിലേക്കാണ് ഹോട്ടൽ ഉടമകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 6-ാം തീയതി ഒരു പണിമുടക്ക് നടത്താനായി അവർ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ ഒരു 1000 രൂപ വർദ്ധിപ്പിച്ച് ഈ ഒരു നടപടി പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.